ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ്. മൂന്നാറിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസ്റ്റുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർ അതിർത്തി ജില്ലയിലെ കളക്ടർ, പോലീസ് മേധാവി എന്നിവരുമായി ചേർന്ന് ഏകോപനത്തോടെ പ്രവർത്തിക്കും. മൂന്നാറിനെ കൂടുതൽ മനോഹരിയാക്കി ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ സർക്കാർ തുടരും. പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരം കാണും. വിവിധ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമി പാർക്കിങ്ങിനായി വിട്ടുകിട്ടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 46 ലക്ഷത്തിൽ നിന്നും 3 കോടിയിലേക്ക് ഉള്ള ഒരു വളർച്ചയുണ്ടാകുന്നുണ്ട്. അത് ഇനിയും കൂടാൻ പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. ഇത്രയധികം ഇവിടുത്തെ ക്യാരിയിങ് കപ്പാസിറ്റി ഇത്രയുണ്ടോ? അപ്പോൾ അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കാണ്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളുടെയും കാരണം ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് പരിഹാരം കാണാൻ കഴിയും? ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കണമെങ്കിൽ, അതിനുള്ള പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കണമെങ്കിൽ മൂന്നാറിൻ്റെ സവിശേഷമായ പ്രത്യേകത പരിശോധിക്കുമ്പോൾ സർക്കാരിൻ്റെ കൈവശമുള്ള, ലോക്കൽ ബോഡികളുടെ കൈവശമുള്ള ഭൂമിയുടെ ലഭ്യത വളരെ കുറവാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ. അപ്പോൾ ആ സാഹചര്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സർക്കാർ ലാൻഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് നിലവിലുള്ള ഇവിടുത്തെ മാർഗങ്ങൾ ഉപയോഗിച്ചോ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റോ സംവിധാനങ്ങളോ ഒക്കെയായി ചർച്ച ചെയ്ത് ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു തീരുമാനം ഇവിടെ എടുത്തിട്ടുണ്ട്. സർക്കാർ തലത്തിൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രാഫിക് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അതിൽ പാർക്കിംഗ് ഒരു പരിഹാരം ആണ്. അത് നടപ്പിലാക്കാനുള്ള നടപടികളിലേക്ക് പോകും. ഗൈഡുകളുടെ കാര്യത്തിലുണ്ടാകുന്ന പരാതികൾ ചർച്ച ചെയ്യപ്പെട്ടു. അവർക്ക് മതിയായ പരിശീലനം ഇല്ല, യൂണിഫോം ഇല്ല, ID കാർഡില്ല, ശരിയായ ഗൈഡ് ആരാണ്, ശരിയല്ലാത്ത ഗൈഡ് ആരാണ് എന്നൊന്നും കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് നമ്മുടെ തന്നെ ഏജൻസി ആയിട്ടുള്ള കിഡ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരമായി തന്നെ മൂന്നാറിലെ ഗൈഡുകൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്.